അടുത്ത അല്പസമയങ്ങൾ ഞാൻ കർത്താവ് നൽകിയൊരു വചനം ശുശ്രൂഷിക്കാൻ പോവുകയാണ്. ഇച്ചിലൂടെ എനിക്ക് മോണിറ്റർ തരാമോ? ഈ ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനിടയിൽ ഈ ഗാനത്തിൻ്റെ അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്ത ഗാനത്തിൻ്റെ അനുഭവങ്ങളോട് ചേർന്ന് കർത്താവിന് നമ്മൾ നന്ദി പറഞ്ഞ് ദൈവസനയിൽ നമ്മൾ ഒരുമിച്ച് അവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ആമേൻ. എല്ലാവരും എന്നെ ഗൗരവപൂർവ്വം അടുത്ത മിനിറ്റുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ കൈമാറാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ വാഞ്ച കൊണ്ടാണ്. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ ഇടപെടലുകൾ ആഴത്തിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നൊരു കുറിവാക്യം വായിക്കുന്നില്ല, പക്ഷേ എൻ്റെ അകത്ത് കർത്താവിദാസൻ പാസ്റ്റർ മനോജ് ഈ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു വാക്കാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഒരു വാക്കല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിജീവിക്കാൻ കഴിയാത്തതിനെ അതിജീവിക്കാൻ ദൈവം നമ്മുടെ മേൽ ഒരു കൃപ പകരാൻ പോവുക. അതുകൊണ്ട് ഞാൻ ആ വചനത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ആ കേട്ട ദൈവശബ്ദത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. നമ്മൾ പലതിനെയും എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. എൻ്റെ ഈ കടബാധ്യതയിൽ നിന്ന്, എൻ്റെ ഈ രോഗത്തിൽ നിന്ന്, എൻ്റെ ഈ തകർച്ചയിൽ നിന്ന്, തുടർമാനമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപമാനങ്ങളിൽ നിന്ന്, തുടർമാനമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പരാജയങ്ങളിൽ നിന്ന് ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കെങ്ങനെങ്കിലും എന്ത് ചെയ്യണം, ഒന്ന് ഓവർകം ചെയ്യണം, ഒന്ന് അതിജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് അതിജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കും തോറും അതിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ആരാധന ദൈവാത്മാവ് എൻ്റെ അകത്ത് ശക്തമായ നിയോഗം തരികയാണ്. അതിജീവിക്കാൻ കഴിയാത്ത ചിലതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപയുടെ, ഒരു ദൈവശക്തിയുടെ, രണ്ട് പദം ഒന്നുകൂടെ ഞാൻ പറയും, ഒരു ദൈവകൃപയുടെ, ഒരു ദൈവശക്തിയുടെ കൈമാറ്റം ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കുക. അതെനിക്ക് ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് ഏതെങ്കിലും നിലയിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സുകൾക്കാകാം, ഞാൻ പറയാത്തതാകാം, ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിനകത്ത് പോകുന്നത് ഞാൻ കാണുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ 3 മേഖലകൾ എൻ്റെ ഡയറിക്കകത്ത് ഞാൻ എഴുതി വെച്ചു. ഞാൻ അതിലേക്ക് വേഗത്തിലൊരു പ്രവചന ശബ്ദം പോലെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. ആമേൻ. ഹല്ലേലൂയ. അതിജീവനത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ അകത്ത് ഒരു ദൈവശബ്ദം ഒരു മനുഷ്യന്റെ മുൻപിൽ മുഴങ്ങുകയാണ്. അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വലിയ പ്രളയം സംഭവിക്കാൻ പോകുകയാണ്. ഒരു വലിയ പ്രളയം സംഭവിക്കാൻ പോകുന്നു എന്ന സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ബോധ്യമായി തീരും അത് ആരുടെ അനുഭവത്തിൻ്റെ അകത്ത് നിന്നാണ്. ആമേൻ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പ്രളയം സംഭവിക്കാൻ പോകുന്നതിനെ, എന്താണ് വരാൻ പോകുന്നത് എന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും തന്നെ സ്നേഹിക്കുന്ന ദൈവം, ആ പദം പറഞ്ഞോട്ടെ, തന്നെ സ്നേഹിക്കുന്ന ദൈവം തന്നോട് പറയുക, നിനക്ക് അതിജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധി മുൻപിൽ വരാൻ പോകുകയാണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ ആവശ്യമായ ഒരു കൃപ ഞാൻ നിന്റെ മേൽ കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് പറയാം. ഇതുവരെ നമ്മുടെ ലൈഫ് വന്നെത്തിയതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി മുൻപിൽ വരാൻ പോകുകയാണ്. പക്ഷെ ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് നമ്മെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഇന്നു പകൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ദൈവകൃപയുടെ കൈമാറ്റം നമ്മുടെ മേൽ സംഭവിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. നിങ്ങൾ എന്നെ കൂടെ ശാന്തമായിട്ട് വരിക. ഈ വചനഭാഗങ്ങൾ പരിശുദ്ധാത്മാവിൽ ഇന്ന് ഇത് ശ്രമിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ നമ്മുടെ മേൽ സംഭവിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായ ഒരു അനുഭവമാണ് ദൈവം നോഹയോട് ഇടപെടുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കുക. നീ ഒരു പെട്ടകം എന്ത് ചെയ്യണം? പണിയണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞാട്ട് ഒരു പെട്ടകം പണിയണം.
നീ അതിജീവിക്കാൻ കഴിയാത്ത ചിലതിൻ്റെ മേൽ അതിജീവനം സംഭവിക്കണമെങ്കിൽ ദൈവശബ്ദപ്രകാരം നാം ചിലത് പണിയണം. ദൈവശബ്ദപ്രകാരം നാം ചിലത് പണിയണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പദമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം ആ പെട്ടകം പണിയാൻ നോഗയോട് ആവശ്യപ്പെടുമ്പോൾ ആ പെട്ടകത്തിന്റെ നീളം കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? എത്രയാണ്? ആമേൻ, 300 മുഴം. പ്രൈസ് ദി ലോർഡ്. ഞാനത് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ വല്ലാത്തൊരു അനുഭവത്തിൽ ഇരിക്കുകയാണ്. ആമേൻ. നിങ്ങൾ അടുത്ത ഞായറാഴ്ച മുടങ്ങാതെ ആരാധനയ്ക്ക് വന്നാൽ, ആമേൻ, നമ്പറുകളിൽ വ്യാപരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ഒരു വലിയ മഹത്വം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈമാറാം. അത് ഇന്നത്തെ ഇതിലല്ല, ഇതിൽ അടുത്ത ആഴ്ച പോകാം. വചനത്തിനകത്ത് ഒത്തിരി ഇടങ്ങളിൽ 300 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. 300. ഇതിന് ഭയങ്കര ദൈവിക മഹത്വം അതിൻ്റെ മേലുണ്ട്. ആ നമ്പറിനെ എടുത്തു കാണിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ വിക്ടറിയാണ്, ഒരു അസാധാരണ ജയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാനത് കേട്ടൊരു ദൈവശബ്ദമാണ്. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ നീളം 300 മുഴമാണ്. ഇത് ഉയരത്തിൽ നിന്ന് കൊടുത്തൊരു ശബ്ദമാണ്. ഓക്കെ, ഞാൻ ആദ്യമേ പോകുന്നൊരു ആമേൻ വേർഡ് അതിലേക്കായിരിക്കും. ആമേൻ നെക്സ്റ്റ് സൺഡേയിൽ, അടുത്ത സൺഡേയിൽ. കാരണം എനിക്ക് കുറച്ചുകൂടെ അത് സാധാരണമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ അകത്ത് ഭയങ്കര സംഭവം കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലെ പ്രാർത്ഥനയിൽ ജോമറ്റും പ്രിയബിന്ദുമായി ഇരുന്ന് ഞാൻ കുറച്ചു നേരം അത് ഷെയർ ചെയ്തു. അതിലൊന്നുകൂടെ എനിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഈ ഞായറാഴ്ച അതിലേക്ക് പോയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നൊരു ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിജീവനത്തിനു വേണ്ടി കൊതിക്കുന്ന അല്ലെങ്കിൽ അതിജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുവന്റെ മുമ്പിൽ ഒരു ദൈവശബ്ദമുണ്ട്. ഇത് വ്യതിചലിച്ചിട്ട് അതിജീവിക്കാൻ നിനക്ക് കഴിയത്തില്ല. 300 മുഴമെന്ന് ദൈവം ഇടപെട്ടാൽ, ആശാരി വന്ന് 301 പണിതാൽ നോഗയുടെ ഉത്തരവാദിത്തമാ, ആശാരി നീ മാറി നിൽക്ക്, ഞാൻ കേട്ട ഒരു ശബ്ദമാ 300 മുഴമെന്ന് പറയാൻ. നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? 300 മുഴമെന്ന് ദൈവാത്മാവ് ഇടപെട്ടെങ്കിൽ അതിനെ ആ നിലയിൽ ചെയ്യാൻ ആര് ബാധ്യസ്ഥനാണ്? കേട്ടവൻ ബാധ്യസ്ഥനാണ്. അർത്ഥം, അതിജീവിക്കാനുള്ള ഒരു മേഖല ദൈവാത്മാവ് ഇടപെടുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവശബ്ദത്തിന് അസാധാരണമായ പ്രാധാന്യമുണ്ട്. ആമേൻ. ശ്രദ്ധിക്കുക. നോഗ കേൾക്കുന്ന ആദ്യത്തെ ദൈവശബ്ദം മഴ പെയ്യും. എല്ലാവരും പറഞ്ഞാട്ട് മഴ പെയ്യും, മഴ പെയ്യും, മഴ പെയ്യും. നമ്മളോട് മഴ പെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ 2 പ്രാവശ്യം മഴ പെയ്യുമെന്ന് നമ്മൾ കേട്ടാൽ തന്നെ അതിൻ്റെ മുമ്പിൽ നമുക്കറിയാം മഴ എങ്ങനെയാ പെയ്യുന്നതെന്ന്. പക്ഷെ ഈ മഴ എങ്ങനെയാ പെയ്യുന്നതെന്ന് അറിയാതിരുന്ന കാലത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്, മഴ പെയ്യും. മഴ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതിരിക്കുന്ന ഒരു സീസണിൽ ഒരു ശബ്ദം, മഴ പെയ്യും. മനോജ് പാസ്റ്റർ പാട്ട് എഴുതുമെന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ സ്കെയിൽ അത്യാവശ്യം അറിയാം, അതിൻ്റെ ട്യൂൺ അത്യാവശ്യം അറിയാം, അത് എങ്ങനെയാണ് എന്ന് ഏകദേശം ഒരു അനുഭവം അകത്തുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാളോട് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതെന്തൊരു അനുഭവമായിരിക്കും. ആമേൻ. അറിയാത്ത മേഖലകൾ നിങ്ങൾ വിശ്വസിക്കുന്നോ എന്ന്? ഈ ദിവസങ്ങൾ അതിജീവിക്കാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത്, ആമേൻ, വരാൻ പോകുന്ന വലിയൊരു ഫ്ലഡാണ്. വലിയൊരു ഫ്ലഡാണ്. ആ ഫ്ലഡിൽ നിന്ന് അതിജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ കാഴ്ചയിലോ നിന്റെ കേൾവിയിലോ നിന്റെ അറിവിലോ നിന്റെ പരിചയത്തിലോ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു ശബ്ദം നീ കേൾക്കുകയാണ്. അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണെന്ന് പറയാൻ. അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെ മഴ പെയ്യും. അതുകൊണ്ട് നീ ഒരു പെട്ടകം എന്ത് ചെയ്യണം? പണിയണം. നോക്കിയേ, അതിജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോ നീ കേൾക്കുന്ന ശബ്ദത്തിനൊത്ത് നീ പണിയാൻ തയ്യാറായാൽ, അടുത്ത വാക്ക്, കേൾക്കുന്ന ശബ്ദത്തിനൊത്ത് നീ പണിയപ്പെടാൻ തയ്യാറായാൽ, ആമേൻ, നീ അതിജീവിക്ക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ നാട്ടിൽ പണിയുന്ന പാലങ്ങൾ പോലെ, നമ്മുടെ നാട്ടിൽ പണിയുന്ന ചില സ്ഥാപനങ്ങൾ പോലെ, ആമേൻ ആമേൻ, നോഹ ഇതിനകത്ത്, ആമേൻ, ആ വാക്ക് നല്ലതാണോ എന്ന് അറിയത്തില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, ഈ പണിക്കകത്ത് ഉഡായിപ്പ് കാണിച്ചിരുന്നെങ്കിൽ, ഹലോ, ഒരു പൊത്തുവരുത്തം കൊണ്ടുവന്നിരുന്നെങ്കിൽ, ആമേൻ, ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ലെന്ന്, ഇതുവരെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ കേട്ടു, പണിതേക്കാം. മരം ഏതെടുക്കണമെന്നുണ്ട്, ഹൈറ്റ് എന്താകണമെന്നുണ്ട്, വെയിറ്റ് എന്താകണമെന്നുണ്ട്. അവൻ ഇതിനകത്ത് ഒരു കുറവും വരുത്താതെ ഒരാൾ ഇരുന്ന് എന്ത് ചെയ്യുക? പണിയുക. പ്രൈസ് ദി ലോർഡ്. ഇത് പണിയുമ്പോഴാണ് മനോജ് ഭാഷ നമ്മെ പാടിയതൊന്ന് പാടുന്നത്. നമുക്ക് എല്ലാവരും നിന്ദിക്കാൻ തുടങ്ങി. പരിചയമുള്ളൊരു കാര്യം ചെയ്തതിനകത്ത് സന്തോഷമാണ്. ഇന്നലെ വരെ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ഒരു അനുഭവത്തിന്റെ അകത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്താൽ ആരും എന്നെ നിന്ദിക്കത്തില്ല. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതിൻ്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരുത്തൻ ഇരുന്ന് ആമേൻ നല്ല വില മുടക്കി, സമയം മുടക്കി, ആൾക്കാരെ ഇരുത്തി ഇത് പണിയുമ്പോൾ കണ്ടവരും കേട്ടവരും എല്ലാം എന്ത് ചെയ്തു? നിന്ദിക്കാൻ തുടങ്ങി. നിനക്ക് അതിജീവനത്തിന് ദൈവം തരുന്ന മേഖലയിൽ മുന്നേറണമോ? ചുറ്റുപാടിൻ്റെ നിന്ന നീ തള്ളിക്കളയാൻ റെഡിയാകണം. ഉറ്റവരും ഉടയവരും ചാർച്ചക്കാരും സ്നേഹിതരും ഇവരെല്ലാം നിന്ദിക്കുമ്പോൾ കണ്ണടച്ചേ. ഇന്ന് പകൽ എത്ര പേര് പറയും, അതിൻ്റെ നടുവിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നോഹയുടെ അകത്ത് നിന്ന് ഈ നന്ദിയുടെ വാക്ക് എപ്പോഴാണ് വരുന്നെന്ന് ഞാൻ പറയാം. മഴ പെയ്തു തുടങ്ങി, സംഭവിക്കാതിരുന്ന കാര്യം സംഭവിച്ചു തുടങ്ങി, വെള്ളം പൊങ്ങിത്തുടങ്ങി. ഒരു ചെറിയ ലെവൽ വരെ വന്നപ്പോ എല്ലാവരും പറഞ്ഞു, ആ പുള്ളി പ്രസംഗിച്ച പോലെ സംഭവിക്കാൻ തുടങ്ങി. 120 വർഷം പ്രസംഗിച്ചില്ലേ? മുക്കിലും മൂലയിലും തെരുക്കോണിലും എല്ലാ ഇടങ്ങളിലും പോയി പ്രസംഗിച്ചില്ലേ? അവർ പറഞ്ഞു, ഇടാ നമ്മൾ വിശ്വസിച്ചതുപോലല്ല, പുള്ളി പ്രസംഗിച്ചതുപോലെ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. ദൈവശബ്ദത്തിന് വില കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെ നോക്കി ആത്മാവിൽ ഞാൻ പറയാം, നീ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു എന്ന് ബോധ്യമാക്കുന്ന ഒരു സീസൺ വരാൻ പോകുകയാണ്. പെട്ടകത്തിനകത്ത് 8 പേര് കയറി ചേർന്ന് രാമൻ പറഞ്ഞേ, എനിക്ക് ഇതിനകത്ത് ഈ നമ്പരും എന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രിയിലെ എൻ്റെ യാത്ര, ചർച്ചിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുള്ള പിന്നെ എൻ്റെ ചിന്ത യാത്രകളെല്ലാം ഇതായിരുന്നു. 8 ഒത്തിരി സംഭവമുണ്ട്, വരാം. കുടുംബം മുഴുവൻ അതിനകത്ത് കയറി ചേർന്ന് രാമൻ പറഞ്ഞു. കുടുംബം മുഴുവൻ അതിനകത്ത് കയറി. അടുത്തൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ ചില വാതിലുകൾ യഹോവയായ ദൈവം അടച്ചപ്പം നമ്മൾ ഓർത്തു തകർച്ചയ്ക്കാണ്. അല്ല കുഞ്ഞേ, ഇതുവരെ സംഭവിക്കാത്ത ഒരു വലിയ അനർത്ഥം സംഭവിക്കാൻ പോകുകയാ. അതിൻ്റെ അകത്തു നിന്നെ സുരക്ഷിതനാക്കാൻ വേണ്ടിയാ. അതിൻ്റെ അകത്തു നീ തകരാതിരിക്കാനാ കേട്ടോ. ഈ വാതിൽ ചിലത് അടഞ്ഞപ്പം നീ സഭയെ കുറ്റം പറഞ്ഞു, വാതിൽ ചിലത് അടഞ്ഞപ്പം പാസ്റ്ററെ കുറ്റം പറഞ്ഞു, വാതിൽ ചിലത് അടഞ്ഞപ്പം നമ്മൾ പലരുടെ മുമ്പിലും അയ്യോ എന്ന് പറഞ്ഞു. പക്ഷേ സ്വർഗം പറയാ, അയ്യോ ഞാനത് അങ്ങനെ അടച്ചതല്ല, നിന്നെ വേണ്ടെന്ന് വെച്ച് ഞാൻ അടച്ചതല്ല, നിന്നെ എനിക്ക് ഇനിയും വേണ്ടിയത് കൊണ്ട് ഞാൻ അടച്ചതാ. വാതിൽ അടച്ചു കഴിഞ്ഞപ്പോ, പെട്ടകം പൊങ്ങി തുടങ്ങിയപ്പോ പുറത്തു ഭയങ്കര നിലവിളി, പുറത്തു ഭയങ്കര മരണം, പുറത്തു ഭയങ്കര ശോധന. ഇപ്പൊ പുറത്തു കിടന്ന് പലരും വിളിക്കുന്നുണ്ട്, എൻ്റെ അമ്മാച്ച നോകെ ഒന്ന് തുറക്കണേ. കേക്കത്തില്ല, കേക്കത്തില്ല, കേക്കത്തില്ല.
എന്റെ പ്രിയ സഹോദര, നോകെ പ്ലീസ് ഓപ്പൺ ദ ഡോർ. കേക്കത്തില്ല. കയ്യും കാലും ഇട്ട് ഒരു ലോകം മുഴുവൻ അടിക്കുമ്പോ അതിജീവനത്തിന്റെ ശക്തി പകർന്ന, കൃപ പകർന്ന ഒരു കുടുംബം ആ പെട്ടകത്തിനകത്ത് അവര് പാടിയാൽ അവരെന്തു പാടും? പ്രൈസലോ. കാരണം ഈ 300 മുഴമെന്ന് കേട്ട് ഒരു പെട്ടകം പണിതപ്പോ പലരും ഇദ്ദേഹത്തെ കളിയാക്കി. ഹലോ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? പലരും ഉറക്കെ പറഞ്ഞേ. പലരും എന്ത് ചെയ്തു? അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞേടാ, ഈ 300 മുഴമെന്ന് ഞാൻ കേട്ടതാണെങ്കിൽ ഇതിനകത്തൊരു ദൈവശബ്ദമുണ്ട്. ഈ 300ന് ദൈവശബ്ദം എന്ന് പറയുമ്പം അത് ബോധ്യമാകണമെങ്കിൽ യേശുവപ്പയുടെ ഒരു വാക്ക് പുതിയ നിയമത്തിൽ കേൾക്കണം. ഒരു സഹോദരി യേശുവിൻ്റെ അരികിൽ ചെന്നിട്ട് തൈലപാത്രമെല്ലാം തുറന്ന് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ച് കഴുകുമ്പോൾ ഒരുത്തൻ അപ്പുറത്തിരുന്ന് മാറി നിന്ന് ഹൃദയത്തെ ചിന്തിക്കുക, ഇതെന്തിനാ ഇത് 300 വെള്ളിക്കാശിന് വിലയുള്ളതാ, ഇത് വെറുതെ വേസ്റ്റ് ആക്കാതെ പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കത്തില്ലേ? ഉടനെ യേശു ഇപ്പം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷെ ഇത് എനിക്കുള്ളതാ. ഈ 300 എന്ന ശബ്ദത്തിനകത്ത് ചെയ്യുന്നതൊക്കെ ദൈവത്തിനുള്ളതാണെന്ന് ദൈവം തെളിയിക്കുക. നിങ്ങൾ ചേർന്നൊരു ആമേൻ പറഞ്ഞില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഞാനത് അടുത്ത ദിവസം വീണ്ടും അത് നന്നായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ആമേൻ, ഹല്ലേലൂയ. 300നൊക്കെ ഉള്ളത് എനിക്കുള്ളതാണ്. അപ്പോൾ ഈ കളിയാക്കിയവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്ത് പണിത് കയറി വന്നപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പെട്ടകം പൊങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നോഹ പറയാണ്, അതിജീവിക്കാനുള്ളൊരു ശബ്ദം, അതിജീവിക്കാനുള്ളൊരു ശക്തി, അതിജീവിക്കാനുള്ളൊരു കൃപ എൻ്റെ ദൈവം എനിക്ക് തന്നു. ഇത് ചെറിയ കാര്യത്തെ അല്ല അതിജീവിച്ചത്, ആണോ? അല്ല, അവരതിജീവിച്ചത് ഒരു അസാധാരണമായ അനുഭവത്തെയാ. ഒന്നുകൂടെ പറയാം, രാഷ്ട്ര നിയമങ്ങൾക്കോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ പണത്തിൻ്റെ അനുഭവങ്ങൾക്കോ മസിൽ ബലത്തിനോ കുടുംബശ്രേഷ്ഠതയ്ക്കോ ഒന്നും അതിജീവിപ്പിക്കാൻ കഴിയാത്ത മേഖലയിലാണ് നോഹ ഇവിടെ അതിജീവനം കഴിക്കുന്നത്. അങ്ങനെങ്കിൽ ഇന്ന് പകലിൽ ഈ പെട്ടകത്തിനകത്തെ ആഘോഷം, ഈ പെട്ടകത്തിനകത്തെ സന്തോഷം ഒന്നും കൂടെ ഈ ടാമി ചർച്ചിനകത്ത് അവിടുന്ന് ഉയരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ആ കുടുംബം അതിനകത്ത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകം നശിച്ചു കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല സ്റ്റേറ്റ്മെന്റ്സ്, ഒരു സൈഡിൽ ജനം മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോ ഒരു ഉല്ലാസ യാത്ര നടത്തുന്നത് പോലെ പെട്ടകത്തിന്റെ അകത്ത് ഈ കുടുംബമായിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം അവരോടൊരു കാര്യം പറഞ്ഞു, ലോകത്തിന് അതിജീവിക്കാൻ കഴിയത്തില്ല, ലോകത്തിൽ അതിജീവിക്കാൻ കഴിയത്തില്ല, ലോകക്കാർക്ക് അതിജീവിക്കാൻ കഴിയത്തില്ല, ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നിടത്ത് എന്റെ ശബ്ദം, എന്റെ ശക്തി, എന്റെ കൃപ, എന്റെ ശബ്ദം, എന്റെ ശക്തി, എന്റെ കൃപ നിനക്കൊരു അതിജീവനത്തിനുള്ള അനുഭവം ഒരുക്കി തരികയാണെന്ന് ഇന്ന് പകൽ ടാമി ചർച്ചിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നീ ചിലത് ഓവർകം ചെയ്യാൻ പോകുകയാണ്, സഭ ചിലത് ഓവർകം ചെയ്യാൻ പോകുകയാണ്. കരമടിക്കുകയാണെങ്കിൽ നന്നായി കരമടിച്ച് ജയഘോഷത്തോടെ കർത്താവിന്റെ ദാസനോട് ചേർന്ന് ഇന്ന് പകൽ ഒരു പാട്ടിന്റെ അടികൾ ചേർന്ന് പാടി ഒരു ആനന്ദഘോഷം, അത് പെട്ടകത്തിനകത്തുള്ള ഒരു ആനന്ദമാകട്ടെ, അതിജീവനത്തിന്റെ അനുഭവത്തിന്റെ ആഴമായിട്ടത് മാറട്ടെ. ചേർന്ന് കരങ്ങളടിച്ച് ശബ്ദമുയർത്തി ആമേൻ നമ്മുടെ അകത്തു നിന്ന് ഒരു നന്ദിയായി, നമ്മുടെ അകത്തു നിന്ന് ഒരു സ്തോത്രമായി, നമ്മുടെ അകത്തു നിന്ന് ഒരു സ്തുതിയായി ഇന്നലകളിൽ അതിജീവിക്കാൻ കഴിയാതിരുന്നതിന്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ അതിജീവിക്കാൻ കഴിയാതിരുന്നത് അതിജീവിച്ചിട്ട് അതിൻ്റെ മഹത്വം കാണുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഈ പെട്ടകത്തിനകത്ത് ഇവർ യാത്ര ചെയ്ത സമയത്ത് ഇത്രത്തോളം ഒരു വലിയ പ്രതികൂലത്തെയാണ് ഇവർ ഫേസ് ചെയ്തതെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത്രയും വലിയ ഒരു സംഭവമാണ് നടന്നെന്ന്
അല്ലെങ്കിൽ ഈ പെട്ടകം പൊങ്ങി 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 ഇങ്ങനെ അരരാത്ത് പർവ്വതം വരെ എത്തിയെന്ന് ഇവർക്ക് എന്ത് ചെയ്യത്തില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. സ്തോത്രം. പക്ഷേ ഈ യഹോവ അടച്ച വാതിൽ യഹോവ പിന്നൊന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഇവരിതിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് നോക്കി ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാനും എൻ്റെ കുടുംബവും എന്നെ കൂടണോ. പെട്ടകത്തിനകത്തുനിന്ന് വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോ മനുഷ്യനെന്ന് പറയുന്നത് ആരുമില്ല, ജീവിതം ഒന്നുമില്ല. മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോ എന്താ കർത്താവ് എന്ന് ചോദിച്ചാൽ കർത്താവ് ഒരു കാര്യം പറയും, എൻ്റെ ശബ്ദം കേൾക്കുന്നവനെ പ്രതിസന്ധിക്ക് തകർക്കാനൊക്കത്തില്ലെന്ന്. എൻ്റെ ശബ്ദം കേൾക്കുന്നവനെ, എൻ്റെ ശബ്ദം കേട്ട് പണിയുന്നവനെ പ്രതികൂലത്തിന് ഉടച്ചു കളയാൻ ഒക്കത്തില്ലെന്ന്, അതിജീവിക്കത്തില്ലെന്നൊരു സമൂഹം മുഴുവൻ വിധി പറഞ്ഞെടുത്ത് വിധി പറഞ്ഞ മുഴുവനും തകർന്നു പോയപ്പം ഈ കൊച്ചു കുടുംബത്തെ ഉയർത്തി കാണിക്കുകയാണ്. ഇതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. 2024 ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ പോകുകയാണ്. ഏതൊരു പ്രതിസന്ധിക്കകത്തു നിന്നാണ്, ഏതൊരു പ്രതികൂലത്തിൻ്റെ അകത്തു നിന്നാണ് എൻ്റെ ദൈവം എന്നെ വെളിയിൽ കൊണ്ടുവന്നതെന്ന് അതിനെ കാണുമ്പോൾ, അതിനെ അനുഭവിക്കുമ്പോൾ സഭയെ ഞാൻ ആത്മാവിൽ പറയാം, ജീവൻ കൊടുത്തു ദൈവത്തെ സ്നേഹിക്കണം. ഞാൻ യോശുവയോട് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുക, യോശുവേ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്താ ഇങ്ങനൊരു അതിജീവനത്തിന് ദൈവം താങ്കളുടെ മേൽ ഒരു സ്പെഷ്യൽ ശക്തി പകർന്നത്, ഒരു സ്പെഷ്യൽ ഗ്രേസ് തന്നത്? അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയാം. നോഹ പറഞ്ഞു, എൻ്റെ ഒരു വാക്ക് സ്വർഗം കുറിച്ചിട്ടു. എൻ്റെ ഒരു വാക്ക് സ്വർഗം കുറിച്ചിട്ടു. എന്താ നോഹയപ്പച്ച വാക്ക്? പുള്ളി പറയും, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളായിരുന്നു, ആരൊക്കെ എൻ്റെ വാക്ക് കേട്ടില്ലേലും എൻ്റെ കുടുംബം എൻ്റെ വാക്ക് കേൾക്കണം, എൻ്റെ മക്കൾ എൻ്റെ വാക്ക് കേൾക്കണം. എനിക്കൊരൊറ്റ തീരുമാനമുള്ളായിരുന്നു, രാജ്യവും പട്ടണവും മുഴുവൻ എന്നെ വിരോധമായി കാണുമ്പോഴും ദൈവശബ്ദം ഞാൻ അനുസരിക്കും. നിങ്ങൾ എന്നെ കേട്ടോ? ദൈവശബ്ദം ഞാൻ അനുസരിക്കും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരാം. അതിജീവിക്കാൻ കഴിയാത്ത ഈ പ്രതിസന്ധിയിൽ എന്താണ് നോഹയെ അതിജീവിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, ദൈവശബ്ദം. ചേർന്ന് പറഞ്ഞാട്ട് ദൈവശബ്ദം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ട് ദൈവശബ്ദം. ടാമി ചർച്ചിനോട് ഞാൻ പറയുന്നു, അതിജീവനത്തിന് സാധ്യതയില്ലാത്ത നിന്റെ കുടുംബത്തിൽ, അതിജീവനത്തിന് സാധ്യതയില്ലാത്ത നിന്റെ തലമുറയിൽ, അതിജീവനത്തിന് സാധ്യതയില്ലാത്ത നിന്റെ ശുശ്രൂഷയിൽ ഇന്നു പകൽ ഒരു ദൈവശബ്ദം മുഴങ്ങാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ വാക്കാണ് ജീവൻ കൊടുത്ത് നിന്ദിക്കുവാണോ? നിന്ദിച്ചോട്ടെ നീ. തള്ളിക്കളയുവാണോ? തള്ളിക്കളഞ്ഞോട്ടെ നീ. ഒറ്റപ്പെടുത്തുവാണോ? ഒറ്റപ്പെടുത്തിക്കോട്ടെ നീ. ഒരു പൊട്ടൻ്റെ നിന്ന് പ്രസംഗിക്കുന്നു, പറഞ്ഞോട്ടെ നീ. കളിയാക്കിക്കോട്ടെ നീ. പക്ഷെ അടുത്ത ദിവസങ്ങൾ തിരിച്ചറിയും, അവരൊക്കെ തകർന്നു. തകരത്തില്ലെന്ന് പറഞ്ഞ പട്ടണം തകർന്നു, തകരത്തില്ലെന്ന് പറഞ്ഞ ബിസിനസ് തകർന്നു, തകരത്തില്ലെന്ന് പറഞ്ഞ വീടുകൾ തകർന്നു, തകരത്തില്ലെന്ന് പറഞ്ഞ മാൻ പവറുകൾ തകർന്നു. പക്ഷെ തകരുമെന്ന് ലോകം പറഞ്ഞവൻ കുടുംബമായി, നിങ്ങളെന്നെ കൂടണ്ടോ? ആ പ്രതിസന്ധിയെ അതിജീവിച്ചു. രണ്ടാമത്, അതിജീവിക്കാൻ ദൈവം നമുക്ക് നൽകി തരുന്ന രണ്ടാമത്തെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചേ.
യേശു കർത്താവ് സുവിശേഷ പ്രസംഗം നടത്തുക. എത്ര പേർ ചേർന്ന് രാമേൻ പറയും? ഈ പ്രസംഗത്തിൽ സാധാരണമല്ലാത്ത ഒരു ക്രൗഡ് ഇവിടെ ഉണ്ട്. 5000-ലധികം പുരുഷന്മാർ. അത്രയും പേര് കൂടി നിൽക്കുന്ന ആ ഒരു നല്ല സുവിശേഷ മഹായോഗത്തിൽ യേശു കർത്താവ് വചനം പ്രസംഗിക്കുക. എത്ര ദിവസമായി ജനമിരുന്ന് കേൾക്കുക? ഉറക്കെ പറഞ്ഞേ. 3 മണിക്കൂർ ഇരിക്കണമെങ്കിൽ 30 പ്രാവശ്യം നമ്മൾ വാച്ച് ചെയ്ത് നോക്കും. ഹലോ, സ്തോത്രം. പക്ഷെ ഈ ജനം എത്ര ദിവസമായിട്ടിരിക്കുക? ഇനി എങ്ങനെ അവരിയ്ക്കുന്നെന്ന് അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ? പറഞ്ഞേ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ അമ്മമാരും അവിടെ കാണും. പുരുഷന്മാർ മാത്രമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നമ്പർ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് പുരുഷന്മാരാണ്. 3 ദിവസമായി ഇവർ വചനം കേട്ടോണ്ടിരുന്നപ്പോഴത്തേന് ഇവരുടെ അനുഭവം പറയുക. കർത്താവ് പറയുക, ഇവരെ ഞാൻ ഇങ്ങനെ വെറുതെ വീട്ടിലോട്ട് വിട്ടാൽ ഇവർ വഴിയിൽ തളർന്നു വീഴും. എന്തുകൊണ്ട്? പറഞ്ഞേ. അപ്പൊ ഇവരിയ്ക്കുന്നത് എത്ര ദിവസമാ? ഇവരിയ്ക്കുന്നത് എങ്ങനാ? പറഞ്ഞേ. ഉറക്കെ പറ, ഉറക്കെ പറ, ഉറക്കെ പറ, ഉറക്കെ പറ. വിശന്നിരിക്കുക. വിശപ്പാന്ന് അറിഞ്ഞിട്ടും യേശു പ്രസംഗം നിർത്തിയില്ല. ഹലോ, ഇന്ന് നമുക്ക് വിശന്നുകൊണ്ടിരിക്കുമ്പോഴും പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹലോ, അതിജീവിക്കാൻ കഴിയാത്ത ചിലതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇവിടെ പ്രദർശിപ്പിക്കാതെ ഈ ജനത്തെ പറഞ്ഞു വിടാൻ എൻ്റെ യേശുവിന് മനസ്സില്ല. അതിജീവിക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഇവിടെ എന്താണെന്നറിയാമോ? ഇവിടുത്തെ ഒരു ഇല്ലായ്മയാ. ഇവിടുത്തെ ഒരു ഇല്ലായ്മയാ. ഒരു സുവിശേഷകന്റെ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു കാട്ടിലാണ്. ഈ കാട്ടിൻ്റെ അകത്ത് ഇല്ലായ്മ എന്നത് എത്ര ശ്രമിച്ചിട്ടും അതിജീവിക്കാൻ പറ്റുന്നില്ല. അതിന് ശിഷ്യന്മാർ ചില വചനങ്ങളൊക്കെ അവിടുന്ന് പറയുന്നുണ്ട്. എന്തോ പറയുന്നേ? എത്ര വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ തികയത്തില്ല? 200 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ പോലും തികയത്തില്ല. ഈ കാട്ടിൽ ഇവർക്ക് നമ്മൾ എവിടുന്ന് ആഹാരം? അപ്പൊ അതിജീവിക്കാൻ കഴിയാത്ത ഒരു ഇല്ലായ്മയുടെ വെളിപ്പെടൽ. ചേർന്ന് രാമൻ പറയാമോ? അതിജീവിക്കാൻ കഴിയുന്നില്ല. ആരെയും വിളിച്ചു പറഞ്ഞ് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ആരോടെങ്കിലും ആഹാരം കൊണ്ടുതരാൻ പറഞ്ഞാൽ കൊണ്ടുതരാൻ ആളില്ല. ഹലോ, അതിജീവിക്കാൻ ശ്രമം നടത്തിയാൽ ഒരു വഴിയില്ല. അങ്ങനെ അതിജീവനത്തിന് വഴിയില്ലാതിരിക്കുന്നിടത്ത് ഒരു വഴി കണ്ടെത്തുന്ന സ്വർഗം അവിടെ ഇരിപ്പുണ്ട്. കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞോട്ടെ. എടാ, കേട്ടത് എൻ്റെ വചനമാണെങ്കിൽ ഈ വചനം ഇത് ജീവന്റെ അപ്പമാണ്. ഈ ജീവന്റെ അപ്പത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നിനക്ക് കഴിക്കാനുള്ള അപ്പം കൂടെ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വരും. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. ഇത് ജീവന്റെ അപ്പമാണ്. ഈ ജീവന്റെ അപ്പത്തിനകത്തു നിന്ന് നീ വഴിയിൽ വീഴാതിരിക്കാനുള്ള ഒരു അപ്പം കൂടെ നിനക്ക് തരും. എങ്ങനെ വരും? ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് നിനക്ക് വേണ്ടി വരും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അതിനെ ഒന്ന് ആഴമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആഴമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വചനം കേൾക്കാൻ, വചനം വായിക്കാൻ, വചനം ധ്യാനിക്കാൻ, വചനത്തിന് വേണ്ടി സമയം കൊടുക്കാൻ മനസ്സ് വെച്ച ഈ കൂട്ടത്തെ നോക്കിയിട്ട് കർത്താവ് പറയാ, നിങ്ങൾക്ക് ലോകം പറയുന്നതിനപ്പുറമായ അതിജീവനത്തിന്റെ വഴി ഒരുങ്ങും.
എന്തു കഴിക്കും, എന്തു കുടിക്കും, എന്ത് ധരിക്കും, ഇത് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ വചനത്തെ ഒന്ന് മാർവോട് ചേർത്ത് പിടിക്ക്. ഇല്ലായ്മ എന്തു വന്നാലും ഈ വചനത്തിനകത്ത് സമൃദ്ധി ഉണ്ടെന്ന് പറയാൻ. ആമേൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ധൈര്യത്തോടെ വചനത്തെ നീ മാർവോട് ചേർത്ത് പിടിക്കാമോ? വിശ്വസ്തയോടെ ഈ വചനത്തെ നിന്റെ ഹൃദയത്തിൽ ധ്യാനിക്കാമോ? വിശ്വസ്തയോടെ നീ വചനത്തോട് ചേർന്ന് നിൽക്കാമോ? നിന്റെ ഭവനത്തിന്റെ അകത്ത്, നീ ഉള്ള ഇടത്ത്, നീ ഏത് കാട്ടിലായാലും അവിടെ നിനക്ക് വേണ്ടി അതിജീവനത്തിനുള്ള കരുതലുമായി എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും എന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തൊരു വലിയ ബോധ്യം തരികയാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഹെഡ് നോളജ്, നമ്മുടെ അറിവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പണമില്ലാതെ ആഹാര സാധനങ്ങൾ കിട്ടത്തില്ലെന്ന, പണമില്ലാതെ ആഹാരം കുക്ക് ചെയ്ത് വരത്തില്ലെന്ന, പണമില്ലാതെ ആമേൻ ഹല്ലേലൂയ ഉപജീവനത്തിനുള്ള കാര്യങ്ങൾ നടക്കത്തില്ലെന്ന്. പക്ഷേ ഈ ബൈബിളിനകത്ത് കണ്ടു, പണമില്ലാതെ അതിജീവിക്കാൻ ആവശ്യമായത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ ഭക്തന്മാരുടെ നടുവിലും, പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ആമേൻ ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരെ പോറ്റി പുലർത്തിയ അതിജീവനത്തിലേക്ക് നയിച്ച ഒരനുഭവം ഈ ദൈവ വചനത്തിനുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഉന്നത ജോലിയിലൊക്കെ ഇരിക്കുന്നവരും അതെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അവർക്ക് മനസ്സിലാകും ഇതിനകത്ത് ദൈവം കരുതിയിട്ടുണ്ട്. എബി അയിരൂർ എന്ന് പറയുന്ന പാസ്റ്ററുടെ മകൻ കഥാനുദാസൻ പാസ്റ്റർ ജോ തോമസ് ഇന്നലെ ഒരു മെസ്സേജ് എടുക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സിസ്റ്റർ MG യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡറായിട്ട് നല്ല ഡിഗ്രി നേടിയ ആളാണ്. വീട്ടിൽ വന്നപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നീ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി, നല്ല കാര്യമാണ്. പക്ഷേ ഒരു അപ്പനെന്ന നിലയിൽ എൻ്റെ സന്തോഷം നീ ഒരു ദൈവദാസനെ വിവാഹം കഴിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാണുമ്പോൾ. ജോ തോമസ് ദേവദാസനോട് കർത്താവിൻ്റെ ദാസൻ എബി പാസ്റ്റർ പറഞ്ഞു, ഒരു മോൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നീ ദൈവവചനം എടുത്ത് ശുശ്രൂഷിക്കുന്നത് കാണുമ്പോഴാണ്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, മുൻപിൽ ഒത്തിരി വെല്ലുവിളികൾ അതിജീവനത്തിൻ്റെ വന്നു, പക്ഷെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവവേല ചെയ്യാൻ. മാസ്റ്റേഴ്സ് പോലും യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി പുറത്തു വന്ന ആ മകൾ വിവാഹത്തിൻ്റെ തീരുമാനം വന്നപ്പോൾ പറഞ്ഞു, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭോപ്പാലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്ഥലത്ത് അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയില. സ്തോത്രം. ലോകം നമ്മളോട് പറയുന്ന പലതിൻ്റെ അകത്തു നിന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയും, ഉപജീവനത്തിനുള്ളത് ഇതിനകത്തുണ്ട്. വചനം അതിജീവിക്കും, വചനം അതിജീവിക്കും. നിങ്ങൾ ചേർന്ന് രാമൻ പറയൂ. തിരുവചനത്തിന്റെ അകത്തൂടെ നമ്പർ 5 ഒന്ന് യാത്ര ചെയ്താൽ തിരിച്ചറിയാം, നമ്പർ 5 എടുത്തു കാണിക്കുന്നത് മുഴുവൻ ഗ്രേസ് ആണ്, കൃപയാണ്. കൃപയെക്കുറിച്ച് എടുത്തു കാണിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവകൃപയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നിടത്തെല്ലാം ഈ 5 എന്ന് പറയുന്ന അക്കത്തിന് ഭയങ്കര ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാത്ത മരുഭൂമിയിൽ ഒരു ബാലന്റെ കയ്യിൽ ഇടം തെറ്റിയില്ല. ദൈവത്തിന്റെ കൃപ എവിടെ വ്യാപരിക്കുന്നോ അവിടെ വർധനവ് നടന്നുകൊണ്ടേയിരിക്കും.
ദൈവകൃപ വ്യാപരിക്കണമെങ്കിൽ അവിടെ വചനം വേണം. വചനം വെളിപ്പെടുന്നിടത്ത് കൃപ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. മറിയോട് ചോദിച്ചാൽ അതറിയാം. താൻ കേട്ട ശബ്ദം വചനമായി ഉൾക്കൊണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഗ്രേസ്, കൃപ, ആമേൻ, വ്യാപരിക്കാൻ തുടങ്ങി. ആ കൃപ ഒരു അസാധാരണ അനുഭവമായി മാറി. ഈ മരുഭൂമിയിൽ കൂടിയിരിക്കുന്ന പുരുഷാരത്തിന്റെ മുൻപിൽ ആ ബാലകന്റെ കയ്യിലിരുന്ന 5 അപ്പം, ഗ്രേസ്, അവിടെ ഇരുന്ന എല്ലാവർക്കും എന്തായി മാറി? തൃപ്തിയായി മാറി. അതിജീവനത്തിന്റെ ഭാരമേറുമ്പോൾ ഒന്ന് ഞാൻ നോഹയുടെ ലൈഫിനകത്ത് നിന്ന് നിങ്ങളോട് പറഞ്ഞു, അവൻ ദൈവശബ്ദത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ദൈവശബ്ദം നമ്മളെ ചില പ്രതിസന്ധികൾക്കകത്തു നിന്ന് അതിജീവിപ്പിക്കുന്നതായി മാറും. അതിജീവനത്തിന്റെ ഭാരമേറുമ്പോൾ ദൈവവചനത്തെ നിങ്ങൾ മാർവോട് ചേർത്ത് പിടിക്കുക. ഈ ദൈവവചനം നമ്മെ അതിജീവിപ്പിക്കുന്നതായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു വചനത്തിനൊരു ശക്തിയുണ്ട്? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്സ് കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അടുത്ത ശുശ്രൂഷയിലേക്ക് അവിടുന്ന് പ്രവേശിക്കും. എന്നാൽ ഈ സമയം എത്ര പേർ ആത്മാർത്ഥമായി പറയും, ദൈവവചനവുമായി ഒരു വലിയ ബന്ധത്തിലേക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ വരും? ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നു, ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭോക്ഷത്വമാണ്, നശിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് അത് ഭോക്ഷത്വമാ. വചനമുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? പ്രസംഗം കേട്ടത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? ഈ ബുക്ക് വായിച്ചത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? ഇതിന് മുമ്പിൽ ഇരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? അവർക്കത് ഭോക്ഷത്വമാ. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന്, അതിജീവനത്തിന്റെ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ വചനം ഒരു ജീവനാണ്. ഇത് കാലിന് പ്രകാശമാണ്. ഇത് പാതയ്ക്കൊരു ദീപമാണ്. ഇന്ന് പകലിൽ ഇതിനകത്ത് ചിലരുടെ കാലുകളെ ഗർത്തത്തിൽ നിന്ന്, ചിലരുടെ കാലുകളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുന്ന, വെളിയിലെടുക്കുന്ന ദൈവവചനം നിങ്ങളുടെ അകത്തവിടുന്ന് ക്രിയ ചെയ്യാൻ പോകുകയാണ്. ആ വചനത്തിന്റെ ശക്തി എൻ്റെ മേൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു മിനിറ്റ് കണ്ണും നടച്ച് നിങ്ങളുടെ ഹൃദയമൊന്ന് ഏകാഗ്രമാക്കി കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഒരു സമർപ്പണത്തോടെ ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് അടുത്തു വന്നേ. അതിജീവിക്കാൻ കഴിയാത്ത വിധം പ്രകൃതിയുടെ ക്ഷോഭങ്ങളും പ്രകൃതി സംബന്ധമായ അനുഭവങ്ങളും നമുക്ക് മുമ്പിൽ വെല്ലുവിളിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഭക്തന് അതിൻ്റെ അകത്തു നിന്ന് അതിജീവിക്കാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ കർത്താവ് പകരും. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഉപജീവന മേഖലയായ അനുഭവങ്ങളിൽ എങ്ങനെ അതിജീവിക്കും എന്നോർത്ത് ഭാരപ്പെടുന്നതിന് മുൻപിൽ ആമേൻ, ഹല്ലേലൂയ, അതിജീവനത്തിനു വേണ്ടിയ ദൈവത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ശക്തി വചനത്തിന്റെ അകത്തൂടെ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. ചേർന്ന് കർത്താവിന് ഒരു സ്തോത്രം പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സമയങ്ങൾ നിങ്ങളെന്നെ ശ്രദ്ധിക്കണേ, അതിജീവനത്തിന് കഴിയുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അകത്ത് വരുന്ന ഒരു ചിന്തയാണ്, ഇനി ജീവിതം പോലും വേണ്ട. 2-3 ആഴ്ചകൾക്ക് മുൻപ് ഒരു മാതാവും പിതാവും തൻ്റെ ഒരു പെൺകുഞ്ഞുമായി ഇവിടെ വന്നു. അജിയുടെ അമ്മാച്ചൻ അല്ലേ? അജിയുടെ അമ്മാച്ചനാണ്. അജി ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ തൻ്റെ കൂടെ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ദൈവാത്മാവിൽ ചില ശബ്ദങ്ങൾ, പ്രാർത്ഥിക്കാനായി നിന്ന സമയങ്ങൾ ദൈവാത്മാവിൽ ചില ശബ്ദങ്ങൾ മുഴങ്ങുന്നത് ഞാൻ കേട്ടു. എന്നാൽ അതിനു മുൻപ് അവർ പറഞ്ഞ ഒരു സാക്ഷ്യം, ആ പെൺകുട്ടിക്ക്, ആ മകൾക്ക് നല്ല മാർക്കോടുകൂടി പഠിച്ചു വന്ന ആ കുഞ്ഞിന് ഹയർ സ്റ്റഡീസിന് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അവർക്കൊരു നല്ല കോളേജ് വിദ്യാഭ്യാസം അവൾ ആഗ്രഹിച്ചു. BSc സൈക്കോളജി പഠിക്കണമെന്ന് ആ കുഞ്ഞിൻ്റെ അകത്തൊരാഗ്രഹം. ചില കോളേജുകളിലൊക്കെ ചെന്നു, അവൾക്കത് അത്ര താല്പര്യം തോന്നിയില്ല. എന്നാൽ പ്രിയ ജോമറ്റും എസ്തേറും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന
ക്രിസ്തുജ്യോതി കോളേജിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ്. LKG തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെയുള്ള ഒരു ക്യാമ്പസ്, ഭയങ്കര വിശാലമായ ഒരു ക്യാമ്പസ്. അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ബോർഡിൻ്റെ സ്കൂളുണ്ട്, CBSEയുടെ സ്കൂളുണ്ട്, ICC ഉണ്ട്. അങ്ങനെ ഭയങ്കര വിശാലമായൊരു ക്യാമ്പസ്. ഈ കുഞ്ഞിന് അവിടെ ചെന്നപ്പം ആ കോളേജിൽ പഠിച്ചാൽ കൊള്ളാവുന്ന ഒരാഗ്രഹം, പഠിക്കുന്ന മക്കൾക്ക് ഹൃദയത്തിനകത്ത് തോന്നുന്ന ഒരു ആഗ്രഹം ആ കുഞ്ഞിനുണ്ടായി. അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവിടുത്തെ ഫീസും കാര്യങ്ങളും നോക്കിയപ്പം ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു, അദ്ദേഹത്തിന് ആകെപ്പാടെ 10,000 രൂപ ശമ്പളത്തിനാണ് കശുവണ്ടി ഫാക്ടറിയിൽ ഏതോ ഒരു ജോലി അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വരുമാനം 10,000 രൂപയാണ്. ഈ കുഞ്ഞിനെ ആ കോളേജിൽ ചേർത്താൽ ഹോസ്റ്റൽ ഫീസ് തന്നെ 7,000 രൂപ കൊടുക്കണം. കോളേജ് ഫീസ് അടയ്ക്കാൻ അതിന് നിവൃത്തിയില്ല. അപ്പോൾ ഈ കുഞ്ഞ് ആ പിതാവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ആ പിതാവ് ആ പെൺകുഞ്ഞിനെ കോളേജിൻ്റെ 3ാമത്തെ നിലയാണ്, 3ാം നിലയുടെ മുകളിലേക്ക് അതിനെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് അതിൻ്റെ കൈ പിടിച്ച് നേരെ നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് അമ്മ വണ്ടിയിലിരിപ്പുണ്ട്, ഈ അജിയുണ്ട് കൂടെ, അവർ താഴെ നിൽപ്പുണ്ട്, അവരവിടെ നിൽക്കട്ടെ മക്കളെ, നമുക്ക് രണ്ടും കൂടെ ഈ 3ാം നിലയുടെ മുകളിൽ നിന്ന് ചാടി നമുക്ക് ചാകാം. ചില വർഷങ്ങൾ തലമുറകളില്ലാതിരുന്നിട്ട് കിട്ടിയൊരു കുഞ്ഞാണ്. എത്ര വർഷം അത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല. ചില വർഷങ്ങൾക്ക് ശേഷം കിട്ടിയൊരു കുഞ്ഞ് അത് പഠിക്കണമെന്ന് പറയുന്നു. പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ ഭാരപ്പെടുന്ന ഈ ഒരു അപ്പൻ അതിൻ്റെ മുകളിൽ നിന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക. അതിജീവനത്തിന് വഴികൾ മുട്ടുമ്പം വഴി തുറക്കുന്നൊരു നല്ല ദൈവമുണ്ട്. ഈ മോള് അവിടെ നിന്ന് കരയുന്നത്, ആ ടീച്ചറിൻ്റെ പേര് പറഞ്ഞ് ഇവർക്കറിയാം ആ ടീച്ചറിനെ. ആ ടീച്ചർ അത് കണ്ടു. ആ ടീച്ചർ വന്ന് ചോദിച്ചു, മോൾ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കരയുന്നേ? ആദ്യം കാണുന്ന ആ ടീച്ചറിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ കൊച്ചു പറഞ്ഞു, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ പപ്പയ്ക്ക് പഠിപ്പിക്കാൻ നിർവാഹമില്ല. മോളെ, എനിക്ക് മനസ്സിലായി നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എന്തോ ഒരു വലിയ യുദ്ധം നടക്കുന്ന പോലെ അപ്പനും മോളും നിങ്ങൾ തമ്മിലുള്ള സംസാരം എനിക്ക് മനസ്സിലായി. സാരമില്ല എന്ന് പറഞ്ഞ് അജിയെ വിളിച്ച് ആ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് നിങ്ങൾ ശാന്തമായി ഈ കുഞ്ഞുമായി വീട്ടിലേക്ക് പോവുക. അജിയുടെ ഫോൺ നമ്പർ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ വേഗത്തിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ആ ടീച്ചർ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ, നീ ഈ കോളേജിൽ പഠിക്കും, നീ പ്രാർത്ഥിക്കുക, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. സ്തോത്രം. എന്നിട്ട് ആ ടീച്ചർ 1 ദിവസമോ 2 ദിവസമോ എന്തോ കഴിഞ്ഞപ്പം അജിയെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുഞ്ഞിനോട് പറ വന്ന് അഡ്മിഷൻ എടുത്തോളാൻ പറ. ഞാനൊരു ആൻറ്റിയെ കോണ്ടാക്ട് ചെയ്തു, ആ ആൻറ്റി സമ്മതിച്ചു, 2 വർഷത്തെ ഫീസ് ആൻറ്റി അടച്ചോളാം, ഒന്നും ഭാരപ്പെടണ്ട, മോള് വന്ന് പഠിക്കാൻ. ആ കൊച്ചതിൻ്റെ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവളുടെ പെയിൻ, അവളുടെ വേദന, അപ്പൻ്റെ വേദന ഞാൻ കണ്ടത് സെക്കൻഡ് ഇയർ ആണിത്. ഇനി 3rd ഇയർ എന്നൊരു വേദനയോടുകൂടെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം പറയുന്നത്, 2 വർഷം നടത്തിയത് ദൈവമാണെങ്കിൽ 3ാം വർഷവും നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അതിജീവനത്തിൻ്റെ പല വഴികളും നമുക്ക് മുൻപിൽ മുട്ടുമ്പം നാം പറയുന്നൊരു വാക്കാണ്, ഇനി ജീവിച്ചിരിക്കണ്ട, ഇനി മരിച്ചാൽ മതി. പക്ഷെ അതിൻ്റെ നടുവിൽ പോയ വഴികൾ കണ്ണുനീരാണ്. പക്ഷെ ദൈവം തുറക്കുന്നത് ഒരസാധാരണമായ അനുഭവം. ഇന്ന് പകൽ എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങളുടെ ലൈഫിലും
കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം, വീട് പോറ്റാൻ കഴിയാതെ വന്ന ഒരു ഭർത്താവായി നിന്നപ്പം എന്നോട് എൻ്റെ ബിന്ദു ചോദിച്ചിട്ടുണ്ട്, നമുക്കങ്ങ് മരിച്ചാലോ? ഞാൻ പലതവണ ബിന്ദുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ കാപ്പി കൊണ്ടുവരുന്നതിൽ, വെള്ളം കൊണ്ടുവരുന്നതിൽ എവിടുന്നെങ്കിലും ഇതിനകത്ത് അല്പം വിഷമിട്ട് തരാമോ? അതിജീവനത്തിൻ്റെ വഴികൾ അടയുമ്പോൾ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കും. പക്ഷെ ദൈവശബ്ദം, ദൈവവചനം നമ്മെ അതിജീവനത്തിൻ്റെ ശക്തി പകർന്ന് നമ്മെ ജയത്തോടെ നിർത്തും. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെ ഉണ്ട്, എനിക്കതിലേക്ക് പോകാൻ സമയം അനുവദിക്കുന്നില്ല. പക്ഷെ ഒറ്റ മിനിറ്റിൽ ഞാനത് പറഞ്ഞു വിടാം. ആമേൻ. ഞാനും നിങ്ങളും നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് മുൻപിൽ, നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് മുമ്പിൽ ഏറ്റവും വലിയതൊന്ന് രോഗമെന്നതല്ലേ? രോഗമെന്നത്, അതിജീവിക്കാൻ കഴിയാത്ത രോഗത്തിൻ്റെ മേഖല. ഈ രോഗത്തിൻ്റെ ശക്തി വചനത്തിനകത്ത് വെളിപ്പെട്ട ഒത്തിരി ഇടങ്ങളിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു ശബ്ദമുണ്ട്, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായി. അതിജീവിക്കാൻ കഴിയാത്ത രോഗങ്ങൾ നമ്മെ വെല്ലുവിളിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് അതിജീവനത്തിനുള്ളൊരു ശക്തി പകരുന്നത് യേശുവിനെ ഒന്ന് തൊടുന്നതാണ്. ഒരു സഹോദരി പറയും, ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് യേശുവിനെ തൊടാനൊക്കത്തില്ലെന്നറിയാം, പക്ഷേ അതിൻ്റെ നടുവിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഞാൻ തൊടും. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഞാൻ തൊടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവൾ പറയുന്ന, എൻ്റെ ഫിസിക്കൽ സ്റ്റേജ് യേശുവിനെ തൊടാൻ സമ്മതിക്കുന്നില്ല, സമൂഹം യേശുവിനെ തൊടാൻ സമ്മതിക്കുന്നില്ല, സമ്മർദ്ദങ്ങൾ യേശുവിനെ തൊടാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ 12 വർഷമായി എൻ്റെ എല്ലാം വിറ്റിട്ടും എനിക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഈ രോഗം, വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചിട്ടും എനിക്ക് അതിജീവിക്കാൻ കഴിയാത്ത രോഗം. പക്ഷെ അവൾ എനിക്ക് പാഠം പഠിപ്പിക്കുകയാണ്, യേശുവിനെ തൊടാൻ പറ്റിയില്ലെങ്കിലും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ അതിജീവിക്കാൻ കഴിയാതിരിക്കുന്നതിനെ അതിജീവിക്കാൻ കഴിയും. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച ദൈവത്തിനൊരു നന്ദി പറഞ്ഞാണ്. ഞാൻ 3 പ്രധാനപ്പെട്ട മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതിന്റെ അകത്തൂടെ ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവിനോട് ഇടപെട്ടതുണ്ട്. ഇത് ഞാൻ ഈ ചർച്ചിൽ നിന്ന് രാവിലെ പ്രാപിച്ച ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ദൈവശബ്ദം, ദൈവവചനം, ദൈവത്തെ തൊടുന്നത് നമുക്ക് അതിജീവനത്തിനുള്ള ശക്തി പകരും. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒന്ന് ഇറങ്ങി നിന്നേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആത്മാവിൽ നിങ്ങളൊന്ന് സ്വീകരിച്ചേ. എനിക്കറിയായിരുന്നു ഇന്ന് പകൽ ഈ ചർച്ചിനകത്ത് ഒരു സ്പിരിച്വൽ വാർഫെയർ നടക്കുമെന്ന്. ആമേൻ. ഞാൻ അതുകൊണ്ട് രാത്രി 12:45 1 മണിയാകുന്ന സമയം ചർച്ച് വർഷിപ്പ് ടീമിൻ്റെ കൊയറിനകത്ത് ഞാൻ എൻ്റെ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് കേൾക്കുന്ന സമയം നിങ്ങളിത് പ്രാർത്ഥിക്കണം. ഇന്ന് ആമേൻ ഒരു വലിയ വെല്ലുവിളി ഇതിനകത്ത് ഉയരുന്ന മേഖലകളുണ്ട്. ഒത്തിരി ദൈവപ്രവൃത്തി നടക്കേണ്ട ഒരു പകലാണ്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, എന്തു പരിമിതികൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ വന്നാലും ഇന്ന് പകൽ നമ്മൾ അതിജീവിക്കേണ്ട മേഖലകളെ അതിജീവിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് 1-2 മിനിറ്റ് കർത്താവിന്റെ മേശയിലേക്കും ബാക്കി ശുശ്രൂഷകളിലേക്കും നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഹൃദയം ഒന്ന് തുറന്നു കൊടുത്ത്, നിങ്ങൾ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ പ്രകൃതി സംബന്ധമായ അനുഭവങ്ങളിൽ നിന്നാകാം, ഒരുപക്ഷെ നാം കേട്ടതുപോലെ ഉപജീവനത്തിന്റെ മേഖലകളാകാം, ഒരുപക്ഷെ നാം കേട്ടതുപോലെ ശാരീരികമായ രോഗത്തിന്റെ അനുഭവങ്ങളായാം. എന്തായാലും ഇന്ന് പകൽ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് തുറന്ന മനസ്സോടെ പറഞ്ഞ് യേശുവപ്പെ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറായ